ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പാൽക്കപ്പയാണ്. കുറേ നാളായിട്ട് ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പാൽക്കപ്പ എന്ന് പറയുന്നത്. നാട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് ആദ്യം വിചാരിച്ചിരുന്നത്, നടക്കാത്തത് കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ പാൽക്കപ്പ ഉണ്ടാക്കി കഴിച്ചു. വളരെ നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കപ്പ എടുത്ത് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് ഒരുപാട് തീരെ പൊടിയായിട്ട് കട്ട് ചെയ്യേണ്ട, ഒരു മീഡിയം ഞാൻ ഇതിൽ കാണിച്ചേക്കുന്ന പോലെയുള്ള അളവിന് കട്ട് ചെയ്തെടുത്താൽ മതി. വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് കപ്പ, നമ്മൾ സാധാരണ എങ്ങനെ കപ്പ വേവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ കപ്പ വേവിച്ചെടുക്കുക. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് കപ്പ വേവിക്കാറുള്ളത്. കുറച്ച് ഉപ്പും കൂടി ഇട്ടപ്പോൾ കപ്പയ്ക്ക് നന്നായിട്ട് ഉപ്പ് പിടിക്കുന്നത്, ഒരുപാട് ഇടണ്ട, കുറച്ച് ലേശം മാത്രം ഇട്ടാൽ മതി. ഇട്ട് കപ്പ വേവിച്ചെടുക്കുക. കപ്പ വേവിക്കുമ്പോൾ ആദ്യത്തെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് രണ്ടാമത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. തിളപ്പിച്ചെടുത്തതിന് ശേഷം വെള്ളം ഊറ്റി മാറ്റിയതിന് ശേഷം കപ്പ മാത്രം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുക. അതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് ഉള്ളിയും കൂടെ ചതച്ച് ഇട്ട് കൊടുക്കുക. പിന്നീട് നമുക്ക് വേണ്ടുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിന് 2ാം പാലാണ് നമ്മൾ ആദ്യം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഒന്ന് ഉടച്ച് വരുന്നത്രയും വേവിച്ചെടുക്കുക. നമ്മൾ ഒരുപാട് അങ്ങ് ഉടയണ്ട, ഒരു ലേശം ഉടഞ്ഞ് വരുന്ന രീതിയിൽ 2ാം പാൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. 2ാം പാൽ ചേർക്കുമ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. തിള വന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് നോക്കിയിട്ട് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1ാം പാൽ ഒഴിച്ച് കൊടുക്കുക. 1ാം പാൽ ഒഴിച്ചിട്ട് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. വെള്ളം കുറച്ച് കൂടുതൽ ചേർത്ത് വെക്കാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് തണുത്ത് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകും. അപ്പം അത്രയ്ക്ക് കുറുകി പോയി കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം കുറച്ച് കൂടുതൽ വെക്കാൻ പറയുന്നത്. പിന്നെ ഇതിനെയൊക്കെ നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കണം. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് കടുക് താളിച്ച് ഇതിൻ്റെ മേളിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്കും കപ്പ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ കപ്പയെന്നും മരച്ചീനി എന്നൊക്കെ ഇതിന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക? പല സ്ഥലത്തും പല പേര് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നതെന്ന് കമൻ്റായിട്ട് പറയണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഫോളോ ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. ഇനി യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതൊക്കെ ചെയ്താലേ എനിക്ക് മുന്നോട്ടുള്ള വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ടുകൾ കിട്ടത്തുള്ളൂ. പാൽക്കപ്പയ്ക്ക് നല്ലൊരു കോമ്പിനേഷൻ നല്ല മത്തിക്കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ, നോൺ വെജായിട്ടുള്ള കറികളൊക്കെയാണ് നല്ല കോമ്പിനേഷനായിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് പാൽക്കപ്പ ആയതുകൊണ്ട് കറികളൊന്നും ഇല്ലാതെ കൂടി ഇത് കഴിക്കാൻ പറ്റും. ഞാൻ തയ്യാറാക്കിയ പാൽക്കപ്പ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്.